രാഹുൽ കെ വി ഈ സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 ചില സിഗ്നലുകൾ ലഭിച്ചു എന്ന് ആദ്യം ഇടയ്ക്കൊന്ന് അറിഞ്ഞു. പിന്നീട് ഈ ദുഷ്കരമാകുന്നത് ഒലിച്ചിറങ്ങുന്ന വെള്ളം ഉണ്ട്, ഉറവകളുണ്ട്, മണ്ണിൻ്റെ നനവ്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ പിന്നിട്ടെങ്കിൽ മാത്രമേ അരികിലേക്ക് എത്താൻ കഴിയൂ എന്ന അനുമാനമാണ് നമ്മുടെ മുന്നിൽ ഈ 5-ാം നാളും ഉള്ളത്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ രാഹുൽ? പ്രജീഷ്, ഇതുവരെയുള്ള മണിക്കൂറുകളിൽ മഴ മാറി നിന്നതുകൊണ്ട് രക്ഷാപ്രവർത്തനം, തിരച്ചിൽ അത് ഊർജിതമായി തന്നെ നടത്താൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്നു എന്നതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും. ഇന്നലെയൊക്കെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയും വന്നിരുന്നു. ഇപ്പോൾ റെഡ് അലേർട്ട് കൂടി നിലനിൽക്കുന്ന അവസ്ഥയാണ്. മഴ ശക്തിപ്പെട്ടു പോയാൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വരും എന്നത് തന്നെയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നു എന്നതാണ് പ്രതികൂല ഒരു സാഹചര്യമായി നിൽക്കുന്നത്. എന്തായാലും റഡാർ ഉപയോഗിച്ചുള്ള ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. സിഗ്നലുകൾ 3 തവണ ലഭിച്ചിരുന്നു, പക്ഷേ അത് ട്രക്കിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതിദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലും വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ കാരണം, ഈ സിഗ്നലുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ അത് ട്രക്കിൻ്റേതാണ്, സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇത് നിരപ്പായ പ്രതലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന റഡാർ സംവിധാനമാണ്. അത് ഇതുപോലുള്ളൊരു സ്ഥലത്ത് മണ്ണും കല്ലും എല്ലാം തന്നെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത് വലിയ കാര്യക്ഷമമായ രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നത് കൂടിയാണ്. കാരണം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് മണ്ണിനടിയിൽ 4 മീറ്ററോളം താഴ്ചയിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടെ അങ്കോലയിൽ അത് 2.5 മീറ്ററിൽ താഴ്ചയിലേക്ക് മാത്രമേ ഇതിൻ്റെ സിഗ്നലുകൾ എത്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നത് കൂടിയാണ്. അതിന് തന്നെ നിരപ്പായ ഒരു പ്രതലം വേണം, അവിടെ മാത്രമേ റഡാർ സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. എന്തായാലും സാധ്യമായ എല്ലാ വശങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യകളും മാൻ പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരുന്നു. മഴ മാറി നിന്ന ഇതുകൊണ്ട് തന്നെ അത് ഊർജിതമായി നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. 70-ലധികം പേരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോഴും വെള്ളം മുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വരുന്നു എന്നതുകൂടി ഈ അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുക കൂടി തന്നെയാണ്. ഒപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗംഗാവലി പുഴയാണ് ഈ ദേശീയപാതയുടെ താഴ്വാരത്ത്. അതായത് വലിയ മല അത് ചെത്തി നിരത്തിക്കൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണം നടത്തി. അതിന് താഴെ ഗംഗാവലി പുഴയാണ്. ഈ പുഴയിലേക്കാണ് നിരവധി വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ട് പോയിരുന്നത്. ഒരു ഇന്ധന ട്രക്ക് അടക്കം അപകടത്തിൽ പെട്ടിരുന്നു. എന്തായാലും നാവികസേനയും NDRF സംഘവുമൊക്കെ പുഴയിലിറങ്ങി പരിശോധിക്കുകയും ചെയ്തിരുന്നു.